അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്ന IT കുട്ടികളുടെ തിയറി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ വരുന്ന 28-29 തീയതികളിലായിട്ട് നടക്കുന്ന വാട്ടർ അതോറിറ്റി സെക്കൻഡ് ഗ്രേഡ്, LSTD തേർഡ് ഗ്രേഡ് PSC പരീക്ഷകൾക്കും ഹെൽപ്ഫുൾ ആവുന്ന നിമി മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിമി ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം PSC എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും, ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ ഇന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർപ്പൻട്രി ജോയിൻറ്റ്സ് എന്നുള്ള പോർഷനാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈസ് ഓഫ് ഓപ്പണിംഗ് ഫോർ ഡെസിഗ്നേഷൻ 6WS12? ഓപ്പണിങ്ങിൻ്റെ സൈസാണ് ചോദിച്ചിട്ടുള്ളത്. 6WS12 എന്നുള്ളതാണ്, വിൻഡോ ആണ്. അപ്പം അതിൽ 6 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് 600ഉം 12 ഡിനോട്ട് ചെയ്യുന്നത് 1200ഉം ആണ് കേട്ടോ, മില്ലിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കാർപ്പൻട്രി ജോയിൻറ്റ്? ഈ കൊടുത്തിരിക്കുന്നത് ഏത് ജോയിൻ്റാണെന്നാണ്. അതൊരു T ഷേപ്പിലാണെന്ന് ആലോചിക്കുക, അതുകൊണ്ട് T ഹാഫ്ഡ് ജോയിൻ്റ് എന്നാണ് അതിനെ പറയാറുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് വിൻഡോ ആർ കൺട്രോൾഡ് ബൈ പുള്ളിംഗ് മെറ്റൽ വെയിറ്റ്? മെറ്റൽ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ പുള്ളിംഗ് മെറ്റൽ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് വിൻഡോ ഡബിൾ ഹങ് പിവറ്റഡ് വിൻഡോ ആണ്. വാട്ട് ഈസ് ദ ഡിപ്രഷൻ ഓർ റിസസ് ഇൻസൈഡ് ദ ഡോർ ഫ്രെയിം ടു റിസീവ് ദ ഷട്ടർ? ഷട്ടറിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ റിസസിനെ നമ്മൾ പറയുന്ന പേര് റിബേറ്റ് എന്നുള്ളതാണ്. അപ്പം കാർപ്പൻട്രി ജോയിൻറ്റിലാണ് നമ്മുടെ ഡോറും വിൻഡോയും അതുപോലെ തന്നെ കാർപ്പൻട്രി ജോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് കാർപ്പൻട്രി ജോയിൻറ്റ്? ഇത് ഏത് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഒബ്ലിക് ടെനൻറ്റ് ജോയിൻ്റ് ആണ് കേട്ടോ, ചെരിഞ്ഞിട്ടാണല്ലോ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒബ്ലിക് ടെനൻറ്റ് ജോയിൻ്റ് ആണത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് വിൻഡോ ബിൽറ്റ് ഇൻ ദ സ്ലോപ്പിംഗ് സൈഡ് ഓഫ് ദ പിച്ചഡ് റൂഫ്? നമ്മളൊരു പിച്ചഡ് റൂഫിൻ്റെ സ്ലോപ്പിംഗ് സൈഡിൽ കൊടുക്കുന്ന വിൻഡോന് നമ്മൾ പറയുന്ന പേരാണ് ഡോർമർ വിൻഡോ കേട്ടോ. സ്ലോപ്പിംഗ് പിച്ചഡ് റൂഫിൽ നമ്മൾ കൊടുക്കുന്ന വിൻഡോ ഡോർമർ വിൻഡോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വിൻഡോ? ഇതൊരു അനദർ കൈൻഡ് ഓഫ് സ്ലോപ്പ്ഡ് റൂഫിൽ നമ്മൾ കൊടുക്കുന്ന വിൻഡോ ആണ്, പക്ഷേ ഇത് ഡോർമർ വിൻഡോ അല്ല, ഇതിൻ്റെ പേര് സ്കൈലൈറ്റ് വിൻഡോ എന്നാണ് കേട്ടോ. ജസ്റ്റ് ലൈറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്കൈലൈറ്റ് വിൻഡോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ സെൻറ്ററിലുള്ള പോർഷനാണ്, നമ്മൾ ലോക്കൊക്കെ കൊടുക്കുന്ന ഭാഗമാണത്, അതുകൊണ്ട് അതിനെ നമ്മൾ ലോക്ക് റെയിൽ എന്നാണ് പറയുന്നത് കേട്ടോ, ലോക്ക് റെയിൽ. വാട്ട് ഈസ് ദ നെയിം ഓഫ് കാർപ്പൻട്രി ജോയിൻറ്റ്? ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏത് കൈൻഡ് ഓഫ് കാർപ്പൻട്രി ജോയിൻ്റ് ആണ്? കുറച്ച് ചെരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്കതിനെ സ്പ്ലേഡ് ജോയിൻ്റ് എന്ന് പറയാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ജോയിൻറ്റ്? ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് ജോയിൻ്റ് ആണെന്നുള്ളതാണ്. ഒന്നിൻ്റെ മേലെ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അതിന് നമ്മൾ സാധാരണ പറയാറ് ലാപ്പിഡ് ജോയിൻ്റ് എന്നാണ്. അങ്ങനെ കുറച്ച് രണ്ട് മെറ്റീരിയൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് ലാപ്പിഡ് ജോയിൻ്റ് എന്ന് പറയും. വാട്ട് ഈസ് ദ തമ്പ് റൂൾ ഫോർ ബ്രെഡ്ത്ത് ഓഫ് വിൻഡോ? വിൻഡോൻ്റെ ബ്രെഡ്ത്ത് കാണാനുള്ള ഒരു തമ്പ് റൂൾ ഉണ്ട്, അത് 1/8 ഓഫ് ഇൻറ്റു വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം ആണ് കേട്ടോ. ഇത് തമ്പ് റൂളാണ്, നമുക്ക് വിൻഡോയുടെ ബ്രെഡ്ത്ത് കണ്ടെത്താനുള്ളൊരു തമ്പ് റൂളാണ്. വാട്ട് ഈസ് ദ ടേം റെഫേർഡ് ആസ് ഫിക്സിംഗ് ഓഫ് സ്മോൾ ടിമ്പർ ബാറ്റൺസ് ടു ടിമ്പർ വാൾസ് വിത്ത് ലാത്ത് ആൻഡ് ബോർഡ്സ് ആർ നെയിൽഡ് ടു ഇറ്റ്? ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് സ്റ്റഡിങ് എന്നാണ് കേട്ടോ. ടിമ്പർ ബോർഡുകൾ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിന് സ്റ്റഡിങ് എന്നാണ് പറയുന്നത്. വിച്ച് ഈസ് യൂസ്ഡ് ടു സബ് ഡിവൈഡ് എ ഡോർ ഓർ വിൻഡോ വിത്ത് വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ ഫ്രെയിം? നമ്മൾ ഡോറിനെ വിൻഡോനെയൊക്കെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫ്രെയിം കൊടുക്കും, അതിന് നമ്മൾ പറയുന്ന പേര് മുള്ളിയനാണ്. ഇനി അത് ഹൊറിസോണ്ടലി ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ട്രാൻസ്ഫോം എന്നാണ് പറയാറ്. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സിങ്കിങ് ദ എഡ്ജ് ഓഫ് വൺ പീസ് ഓഫ് ടിമ്പർ ടു അനദർ ബൈ കട്ടിംഗ് ഓർ ഗ്രൂവ്സ് അക്രോസ് ഇറ്റ്സ് ഗ്രെയിൻസ്? ഒരു പീസ് ഓഫ് ടിമ്പറിനെ നമ്മൾ വേറൊന്നിൻ്റെ ഉള്ളിലോട്ട് സിങ്ക് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഹൗസിംഗ് എന്നാണ് പറയുക കേട്ടോ. സിങ്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അവിടുത്തെ കീവേഡ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ വേറൊരു ഇതിലോട്ട് സിങ്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഹൗസിംഗ് ജോയിൻ്റ് ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് വിൻഡോ വിച്ച് പ്രൊജക്ട് ഔട്ട് ഫ്രം ദ വാൾ സർഫസ്? വാൾ സർഫസിന് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വിൻഡോ, അപ്പോൾ നമ്മൾ കോമൺലി ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ കാണുന്നതാണ്, പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് വിൻഡോ വാളിൽ നിന്ന് കേട്ടോ. അത് നമ്മൾ ബേ വിൻഡോ എന്നാണ് പറയാറുള്ളത്. വാട്ട് ഈസ് ദ വെൻറ്റിലേറ്റർ പ്രൊവൈഡഡ് ഇൻ കണ്ടിന്യൂവേഷൻ ഓഫ് ഡോർ ഓർ വിൻഡോ അറ്റ് ഇറ്റ് സ്റ്റോപ്പ്? ചിലപ്പോൾ ഡോറിൻ്റെയോ അല്ലെങ്കിൽ വിൻഡോയുടെയൊക്കെ ടോപ്പ് പോർഷനിൽ ആ ഡോറിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ ഒരു വെൻറ്റിലേഷൻ സ്പേസും കൂടെ കൊടുക്കും, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനൽ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് ഫാൻ ലൈറ്റ് എന്നാണ് കേട്ടോ, ഫാൻ ലൈറ്റ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഡോർ? ഈ ഡോറിൻ്റെ പേരെന്താണെന്നാണ്. ഇമേജ് അത്ര ക്ലിയർ അല്ല, പക്ഷേ ഇത് ലൂവേർഡ് വിൻഡോ ആണ് ഒരു ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെരിച്ച് നമ്മൾ ഷട്ടേഴ്സ് കൊടുക്കില്ലേ, അതാണ് ലൂവേർഡ് വിൻഡോ കേട്ടോ. വാട്ട് ഈസ് ദ മാക്സിമം റേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ചാനൽസ്? ഇതൊരു ഗ്രിൽഡ് ജോയിൻ്റ് ആണ്. അപ്പം ഇതിൽ കൊളാപ്സിബിൾ ഡോർ എന്നൊക്കെ നമ്മളിതിന് പറയും, ജോയിൻ്റ് അല്ല സോറി കേട്ടോ, കൊളാപ്സിബിൾ ഡോറാണിത്. അപ്പോൾ ഇതിലുള്ള ഇതിനിടയ്ക്കുള്ള ജോയിൻ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് 100/120 mm ആണ് കേട്ടോ. അതിൽ ഇത് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ താഴെ, നിങ്ങൾക്ക് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. 100/120 mm ആണ് അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്. വിച്ച് വിൻഡോ ഈസ് പ്രൊവൈഡഡ് നിയർ ദ ടോപ്പ് ഓഫ് എ മെയിൻ റൂഫ്?
മെയിൻ റൂഫിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വിൻഡോ ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും, ക്ലറസ്ട്രി വിൻഡോ. അപ്പോൾ ഫ്രണ്ടിലൊരു വരാന്തയൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമരിൻ്റെ മേലെ, റൂഫിൻ്റെ മേലെ അടുത്തായിട്ട് കൊടുക്കുന്ന ഒരു വിൻഡോയാണ് ക്ലറസ്ട്രി വിൻഡോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കാർപ്പൻട്രി ജോയിൻറ്റ്? ഇത് കൊടുത്തിരിക്കുന്നത് ഏത് കാർപ്പൻട്രി ജോയിൻ്റ് ആണെന്നാണ്. ഡോവ്ടെയിൽ ഹൗസ്ഡ് ജോയിൻ്റ് ആണ് കേട്ടോ, ഡോവ്ടെയിൽ. അപ്പോൾ ഈ കാർപ്പൻട്രിയിൽ ഒത്തിരി ഇമേജസ് ഉണ്ട്. അപ്പോൾ ഈ ഇമേജസ് എല്ലാം നിങ്ങൾ നോക്കണം. ഇനി അത് ഫുൾ ടെക്സ്റ്റിലുള്ളത് മൊത്തം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഈ മോക്ക് ടെസ്റ്റിലുള്ള ഇമേജസും അതിൻ്റെ പേരും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഡോവ്ടെയിൽഡ് ഹൗസ്ഡ് ജോയിൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈസ് ഓഫ് വിൻഡോ ഷട്ടർ ഇൻ വിൻഡോ ഡെസിഗ്നേഷൻ 12WT12? അപ്പോൾ ഇത് വിൻഡോ ഷട്ടറിൻ്റെ സൈസാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, വിൻഡോ ഷട്ടറിൻ്റെ സൈസാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് 560/1100. തൊട്ട് മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ കണ്ടത് അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ സൈസാണ്. അപ്പോൾ ഓപ്പണിംഗ് ആണെങ്കിൽ ഇപ്പോൾ 12WT12 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1200 ആയിരിക്കും ഓപ്പണിങ്ങിൻ്റെ സൈസ്. പക്ഷേ ഇവിടെ ഷട്ടറിൻ്റെ സൈസാണ് ചോദിച്ചിട്ടില്ലേ, അപ്പോൾ കുറച്ചും കൂടെ അത് കുറയുമല്ലോ വീതി ഹൈറ്റും ഒക്കെ. അപ്പോൾ 560/1100 ഷട്ടർ സൈസ് ഉള്ളത് കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കാർപ്പൻട്രി ജോയിൻറ്റ്? ഈ കൊടുത്തിരിക്കുന്ന കാർപ്പൻട്രി ജോയിൻറ്റ് റിബേറ്റഡ് ടെങ്ക്ഡ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ് ആണ്. റിബേറ്റും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടെങ്ക് ആൻഡ് ഗ്രൂവും ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കാർപ്പൻട്രി ജോയിൻറ്റ്? ഇത് ഏത് കൈൻഡ് ഓഫ് ജോയിൻ്റ് ആണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മാച്ച്ഡ് ആൻഡ് വി ജോയിൻറ്റഡ് ജോയിൻ്റ് എന്നാണ് കേട്ടോ, മാച്ച്ഡ് ആൻഡ് വി ജോയിൻറ്റഡ് ജോയിൻറ്റ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് IT കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. എല്ലാം ഓർത്ത് വയ്ക്കാന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഫുൾ ഇമേജ് നിങ്ങൾ പഠിക്കേണ്ട, പക്ഷേ ഈ മോക്ക് ടെസ്റ്റിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഒരു കീവേഡോ അല്ലെങ്കിൽ ഇത് ചെയ്തെങ്കിലും ഈ പേരുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് വിൻഡോ മീൻഡ് ഫോർ ഔട്ട്ഫ്ലോ ഓഫ് ഹോട്ട് ഹെയർ ഫ്രം ബിൽഡിംഗ്? ബിൽഡിങ്ങിൽ നിന്നൊക്കെ ചൂടുള്ള കാറ്റ് പുറത്തോട്ട് പോയിട്ട് നല്ല തണുത്ത കാറ്റ് ഉള്ളിലോട്ടാക്കുന്ന, വെന്റിലേഷൻ നന്നായിട്ട് നടക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു സഫോക്കേഷൻ ആയിരിക്കുമല്ലോ റൂമിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കും, നമ്മൾ ഈ ടോയ്ലറ്റിലൊക്കെ കൊടുക്കുമല്ലോ, അതുപോലെ റൂമിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ പറയുന്ന പേര് വെന്റിലേറ്റർ എന്നുള്ളതാണ് കേട്ടോ. ബാത്റൂമും നമ്മുടെ കുളിമുറിയൊക്കെ ആലോചിച്ചാൽ മതി. ബാത്റൂമിലൊക്കെ നമ്മൾ കുഞ്ഞി വിൻഡോ കൊടുക്കൂലേ, വെന്റിലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വിച്ച് വിൻഡോ ഈസ് പ്രൊവൈഡഡ് ഓൺ സ്ലോപ്പിംഗ് റൂഫ്? സ്ലോപ്പിംഗ് റൂഫിൽ കൊടുക്കുന്ന വിൻഡോ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഡോർമർ വിൻഡോ ആണ് കേട്ടോ. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ് കാർപ്പൻട്രി ജോയിൻസിൽ നിമിയിൽ കൊടുത്തിട്ടുള്ളത്, നിമി മോക്ക് ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഈ 25 ക്വസ്റ്റ്യനും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം IT സ്റ്റുഡൻസ്. ഇനി PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇമേജസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഇതിൽ ചോദിച്ചിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി പരീക്ഷകൾക്ക് നമ്മൾ റീസെൻ്റ്ലി കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പായിട്ടും ഇമേജസ് ഒഴികെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങളും കൃത്യമായിട്ട് പഠിച്ചു പോകുക. IT കുട്ടികൾ ഇത് ഫുൾ പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.